ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊടിക്കൈയൊന്നുമല്ല, പാചകവുമല്ല, കൃഷിയാണ്. വെണ്ടയ്ക്ക കൃഷി. എങ്ങനെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെണ്ടയ്ക്ക കൃഷി ചെയ്യാമെന്ന് നോക്കാം. അപ്പം വെണ്ടയ്ക്ക നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഗതിയാണ്. വെണ്ടയ്ക്ക നമുക്ക് തോരൻ വയ്ക്കാം, മെഴുക്കുവരട്ടി വെക്കാം, സാമ്പാറിനകത്ത് ഇടാം. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം. അങ്ങനെ പല സംഗതികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെ ഇത് കൃഷി ചെയ്തെടുക്കാമെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വെണ്ടയ്ക്ക. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിനകത്ത് വേണമെങ്കിൽ ഗ്രോ ബാഗിൽ നടാം, മണ്ണിൽ വേണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ നടാം, ചാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചാക്കിൽ നടാം. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് ഒരു സ്വല്പം പരിചരണം കൊടുത്താൽ മതി. നമ്മുടെ നോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് വെണ്ടയ്ക്ക പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വെണ്ടയ്ക്ക കൃഷി ചെയ്തെന്ന് നോക്കാം. വെണ്ടയ്ക്ക പല രീതിയിൽ നമുക്ക് നടാം. വേണമെങ്കിൽ വിത്ത് പാകിയിട്ട് നമുക്ക് പറിച്ച് മാറ്റി നടാം, അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്ത് നേരിട്ട്, അല്ലെങ്കിൽ അയ്യത്ത് നമുക്ക് നേരിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് നമുക്കതിനെ വളർത്തിയെടുക്കാം. ഒരു മൂട്ടിൽ രണ്ട് വിത്തുകൾ മാത്രം ഇട്ടാൽ മതി. കൂടുതലായാലും ഒരു ഗ്രോ ബാഗിനകത്ത് വളർന്ന് വരുമ്പോൾ ആകെ ഞെരുങ്ങിപ്പോകും. അപ്പോൾ 2 എണ്ണം വീതം ഇടുക. 3 എണ്ണം ഇട്ടാൽ കിളിച്ചു വരാമെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നടുന്നതാണ് നല്ലത്. ഞാൻ ചെയ്യുന്നത് ഡയറക്റ്റ് മണ്ണിലാണ് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ പറിച്ച് മാറ്റി നടുമ്പോൾ പിന്നെ അതിനൊരു വാട്ടമൊക്കെ തോന്നും. അപ്പോൾ എനിക്കത് പ്രയാസമാണ് അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പറിച്ച് നട്ട് ചെയ്യുന്ന രീതി ചെയ്യാറില്ല. ചീര മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. വെണ്ടയ്ക്കയും പയറൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഡയറക്റ്റ് മണ്ണിലാണ് കുഴിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നടുമ്പോഴും മണ്ണിൽ നടുമ്പോഴും നമ്മുടെ പകുതി വിരൽ മാത്രമേ മണ്ണിനടിക്കോട്ട് പോകാവൂ. ഒരുപാട് താഴ്ചയിൽ കൊണ്ടുവന്ന വെണ്ടയ്ക്ക് ഒന്നിൻ്റെ അരി കുഴിച്ചിടാൻ പാടില്ല. അത് കിളിച്ച് വരാനായിട്ട് വളരെ സമയം എടുക്കും. നമ്മൾ കുഴിച്ചിട്ടതിന് ശേഷം കൊണ്ടുവന്ന് കുത്തനെയൊന്നും വെള്ളം ഒഴിക്കരുത്. വളരെ സാവകാശം നമ്മൾ കൈകൊണ്ട് തളിച്ച് വേണം വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുഴിച്ചിട്ട് ഗ്രോ ബാഗിനകത്ത് കരിയിലേക്ക് നിറച്ചിട്ട്, അല്ലെങ്കിൽ ചകിരിച്ചോറ് വല്ലതും നിറച്ചിട്ട്, അതിൻ്റെ മുകളിൽ മണ്ണും വളവും കൂടെയുള്ള മിശ്രിതം നിറച്ചിട്ട് അതിനകത്താണ് നമ്മൾ നടുന്നത്. അരഭാഗം മാത്രമേ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കാവൂ. പിന്നെ ഇത് വളർന്ന് 4-5 ഇല ആകുമ്പോഴാണ് നമ്മൾ വീണ്ടും ഇതിനകത്ത് വളമൊക്കെ ചേർത്തിട്ട് പിന്നെ മണ്ണ് ഇടുന്നത്. ഇതിപ്പോൾ നട്ട് ഒരാഴ്ചയായ വെണ്ടയ്ക്കാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഞാൻ മണ്ണ് ചേർത്തപ്പോൾ അതിൽ ആട്ടും കാഷ്ടവും ചാരവും കൂടെ ചേർത്തിരുന്നു. ഇനി നമ്മൾ വളം ചേർക്കുമ്പോൾ, മൂട് വെട്ടിയെടുപ്പിക്കുമ്പോൾ അതിൽ ചാരം, കുമ്മായം, ആട്ടിൻ കാഷ്ടം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും അതിൻ്റെ മൂടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ച് കൊടുക്കണം. 1.5 ആഴ്ച മുമ്പ് നട്ട വെണ്ടയാണിത്. അത് നല്ലതുപോലെ 4-5 ഇലയായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി അതിനകത്ത് നമ്മൾ വളം ചേർക്കണം. എങ്ങനെയാണ് ഇനി വളം ചേർക്കുന്നത് നോക്കാം. അതിൻ്റെ മൂടെല്ലാം നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ആദ്യമായിട്ട് വേറൊന്നും പോകാത്ത രീതിയിൽ കുറച്ചുകൂടെ വളമൊക്കെ നമ്മൾ അടുപ്പിച്ച് കൊടുത്തിട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. ആട്ടും കാഷ്ടവും ചാരവും കൂടാണിത്. രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുമ്മായപ്പൊടിയും കൂടെ അതിന് ചുറ്റിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മണ്ണിട്ട് കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ 3/4 ഭാഗം മണ്ണിട്ട് കൊടുക്കണം. രാവിലെയും വൈകിട്ടും അത് നനച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം കൊണ്ട് ഒഴിക്കാൻ പാടില്ല, മൂട് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വെണ്ടയ്ക്കയിലൊക്കെ പെട്ടെന്ന് ഓരോ അസുഖങ്ങൾ വരാറുണ്ട്, ദുരിതപാട്ടം ഉണ്ടാവാറുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന പാടെ തന്നെ അത് ചെവിട് തന്നെ അങ്ങ് ഉണങ്ങി അങ്ങ് പെട്ടെന്ന്. പക്ഷേ അതിനെ രോഗിയായി കണക്കാക്കാതെ അതിനെ നേരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്ത് വേണമെന്നറിയാമോ, ഞാൻ വെണ്ടയ്ക്ക നട്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ ദുരിതപാട്ടം കണ്ടു. നല്ലതുപോലെ കിളിച്ച് വന്നതാണ്. അപ്പം കാണാം, രാവിലെ നോക്കിയപ്പോൾ കാണാം വാടി നിൽക്കുന്ന ഇലയെല്ലാം വാടി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് സ്വയം അങ്ങ് തോന്നി, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിയിൽ നല്ലതുപോലെ ആ തോലോട് കൂടി അങ്ങ് അരച്ചിട്ട് അത് കുറേ കൂടെ 1 ലിറ്ററോളം വെള്ളം ചേർത്തിട്ട് ഈ വാടി നിൽക്കുന്നതിൻ്റെ മൂട്ടിലും അല്ലാത്തതിൻ്റെ മൂട്ടിലും എല്ലാം ഞാൻ കൊണ്ടുവന്ന് ഒഴിച്ചു. അപ്പോൾ കാണാം പിറ്റേന്നായപ്പോഴത്തേക്ക് അത് ഇലയൊക്കെ ഒന്ന് നൂന്ന് നിൽക്കാനായിട്ട് തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ഇപ്പോഴും അത് നിൽപ്പുണ്ട്. അതിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇതിന് ദുരിതപാട്ടം പിടിച്ചൊരു വെണ്ടയ്ക്കയായിരുന്നു. പക്ഷേ വെളുത്തുള്ളി ചതച്ച് വെള്ളമൊക്കെ കൊണ്ടൊഴിച്ചപ്പോഴും അതിൻ്റെ ദുരിതപാട്ടമൊക്കെ മാറി. പക്ഷേങ്കിൽ മറ്റേത് വളർന്നതുകൊണ്ട് അതിനെ അങ്ങ് അടിയിലാക്കി കളഞ്ഞു.
അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ്. രക്ഷപ്പെട്ടു എന്തായാലും. അതുപോലെ തന്നെ ഇല ചുരുട്ടി പുഴുക്കൾ വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എപ്പോഴെങ്കിലും രാവിലെയോ വൈകുന്നേരമോ ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും നമ്മൾ അതിനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് വരുന്നതായ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പെട്ടെന്നാണ് ഒരു രോഗങ്ങൾ വരുന്നത്. ഇല ചുരുട്ടി അങ്ങ് പുഴു വന്നിട്ട് ഇല ചുരുട്ടി എല്ലാത്തിൻ്റെ ഇല ചുരുട്ടി വെച്ചിരിക്കും. അപ്പോൾ നമ്മളത് കണ്ട ഉടനെ ആ പുഴുവിനെ നമ്മൾ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ആ ചെടി മൊത്തത്തിൽ നശിപ്പിച്ചു കളയും. അതാണ് ഇല ചുരുട്ടി പുഴുവിൻ്റെ ഒരു ദോഷം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞളിപ്പ് രോഗം ഉണ്ടാകാറുണ്ട്, കുരുടിപ്പ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഇലയുടെ മുകളിലോട്ട് ചാരവും കുമ്മായവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ ചിതറി കൊടുക്കുക. വളവും മണ്ണും ഒക്കെ ഇട്ട് അടുപ്പിക്കുമ്പോഴത്തേക്ക് വെണ്ടയ്ക്ക് നല്ലതുപോലെ തടിച്ച് വളരും. ദാനക്കൊമ്പൻ വെണ്ടയാണിത്. അപ്പോൾ അതിൻ്റെ അതിനകത്ത് പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, മുട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കണം. എന്നും രാവിലെയൊക്കെ വന്നതിന് ഇച്ചിരി വെള്ളം കൊടുക്കണം. കണ്ടില്ലേ, എല്ലാത്തിലും പൂ വരുന്നുണ്ട്. ഒരാഴ്ച കൂടി ഇതെല്ലാം കായാവും. പലതരത്തിലുള്ള വെണ്ടയ്ക്ക വിത്തുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പല വലുപ്പത്തിലും നിറത്തിലും ഒക്കെ ഉള്ള വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള വെണ്ടയ്ക്ക തന്നെയാണ് ഞാൻ വിത്ത് എടുത്ത് വെച്ച് പിന്നെയും പാകുന്നത്. നല്ല കൊമ്പൻ വെണ്ടയ്ക്കയുണ്ട്, അതിൻ്റെ തന്നെ പച്ച വെണ്ടയ്ക്കയുണ്ട്. അത് രണ്ടുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പിടിക്കുന്ന 2-3 നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് അതിൻ്റെ വിത്ത് ഏതിൻ്റെ ആണെങ്കിലും നമ്മൾ 2-3 മാറ്റി വെച്ചിരുന്നാൽ, പയറാണെങ്കിലും വെണ്ടയ്ക്കയാണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും അരി നമ്മൾ ആദ്യം പിടിക്കുന്നത് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള വിത്ത് നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കും. അതുപോലെ ചീരയുടെ വിത്ത് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ എങ്ങും പോയി വാങ്ങേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം. എങ്കിൽ മാത്രമേ ആ കൃഷിയൊക്കെ ഒന്ന് നന്നായി വരികയുള്ളൂ. എൻ്റെ വെണ്ടയ്ക്ക കൃഷിയാണ്. ഞാൻ അതിൻ്റെ വെണ്ടയ്ക്ക എടുക്കുകയാണ്. ഒടിച്ചെടുക്കരുത് യാതൊരു കാരണവശാലും. നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. വിത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ തോരനായി. കണ്ടില്ലേ, നല്ല വെണ്ടയ്ക്കാണ്, നല്ല കൊമ്പൻ വെണ്ടയ്ക്കാണിത്. 2, 3, 4 എണ്ണം ഉണ്ടെങ്കിൽ നല്ലൊരു തോരനായിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി തോരനും എന്ത് വേണമെങ്കിലും വയ്ക്കാം. അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നല്ല നല്ല വീഡിയോസും പൊടിക്കൈകളും റെസിപ്പീസും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.